ഷെയ്ഖുന അവിടെയുള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാ, അത് തളീക്കര തങ്ങൾ അബ്ദുൾ റഷീദ്, അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഇപ്പോൾ ഉള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്. അവരെ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് വിളിച്ച്, ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാവരെ കൊണ്ടും സിഗരറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് വലിപ്പിച്ച്. അതിൻ്റെ സിറ എനിക്കറിയില്ല, ഞാൻ പോത്തിന് മസാല പറഞ്ഞ് വിഷയാക്കണ്ട. സിഗരറ്റ് വലിക്കുന്നവർ പണ്ഡിതന്മാരിലുണ്ടായിട്ടുണ്ടല്ലോ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അത് സുന്നത്തൊന്നുമല്ല, അത് ഗുണമില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഹറാമെന്ന് പറഞ്ഞവരുണ്ട്, പലതുണ്ട്. ഏതായിരുന്നാലും മുഅ്തമദ് ഏതായിരുന്നാലും മുബാഹ് തന്നെ, അത് ഹില്ല് തന്നെയാണ്, മുബാഹ് എന്നല്ല ഹില്ല് തന്നെയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ ഇവർക്കൊക്കെ വലിക്കാൻ കൊടുത്ത്. ആ റൂം ചെറിയ ഇടുങ്ങിയ റൂമാണ്, അത് നിറയെ പുക നിറഞ്ഞു. ഇപ്പോൾ എന്ത് ശ്വസിക്കുന്നു ചോദിക്കുകയാണ് ഇവരോട്, എന്താ അവിടുത്തെ വാസന? അപ്പോൾ പറഞ്ഞ് ഈ വീടിൻ്റെ വാസന, എല്ലാവർക്കും ചീത്ത വാസന. നിങ്ങൾക്ക് മദീനയുടെ വാസന അറിയണോ? എല്ലാവരും മദീനൻ്റെ വാസന അറിയണമെന്ന് വെച്ചാൽ ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ലല്ലോ. ഇവരെല്ലാവരും ആന്ന് പറഞ്ഞു. എന്നാൽ ശ്വസിക്കുക. പിന്നെ ഇവർ മണത്തു നോക്കുമ്പോൾ അമിതമായ, എന്താ പറയുക, അത്രയും ആനന്ദകരമായ സ്മെല്ല്, മദീനയിലെ സ്മെല്ല്, മുത്തു റസൂലുള്ളാഹിൻ്റെ സ്മെല്ല് അവർക്ക് ഷെയ്ഖുന വാസനിപ്പിക്കുകയാണ്. അതിന് ഷെയ്ഖുനാക്ക് കഴിയും, ഇപ്പോഴും കഴിയും. ബന്ധപ്പെട്ട് എനിക്ക് മദീനത്തെ സ്മെല്ല് കിട്ടണമെന്ന് ഷാട്ടും പിടിച്ചാൽ ഇപ്പോഴും തരും. ഷെയ്ഖുനാക്ക് അതിനൊക്കെ കഴിയും. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ഉടനെ പറഞ്ഞു അന ഖുതുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം, അന ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞു. സഹബോടൂടെ പറഞ്ഞതാണോ അല്ലേ അഞ്ച് തീരുമാനിച്ച ആളെ എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണ് ഷെയ്ഖുനാൻ്റെ അവസ്ഥ.